ഹായ് ആൾ ഹേണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നബാർഡുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഉടൻ വരും എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. അതിൻ്റെ നോട്ടീസ് നിങ്ങളെ അറിയിക്കാനാണ്. അതായത് ഗ്രേഡ് എ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിൽ അഗ്രികൾച്ചർ സെക്ടറിന് വേണ്ടി പ്രത്യേക ഒരു നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ പേരെന്ന് പറഞ്ഞാൽ നബാർഡ് ഗ്രേഡ് എ അസിസ്റ്റന്റ് മാനേജർ 2025 എന്ന പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇനിയും ഈ ഒരു പോസ്റ്റിന്റെ പ്രത്യേകത നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിങ് സർവീസ് എന്നുള്ളതാണ്. അതിന് 85 വേക്കൻസികളാണ് നിലവിലുള്ളത്. ഇതിന്റെ ആപ്ലിക്കേഷൻ വിൻഡോ, അതായത് ഇതിന് അപേക്ഷിക്കാനുള്ള വിൻഡോ ഓപ്പൺ ആവുന്നത് നവംബർ 8 മുതൽ തുടങ്ങി നവംബർ 30 വരെ ആയിരിക്കും ഇതിനുള്ള സമയം. അതായത് നാളെ തുടങ്ങി ഈ മാസം 30 അവസാനിക്കുന്ന രീതിയിലായിരിക്കും ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ളതാണ്. അപ്പോൾ നാളെ ഈ നോട്ടിഫിക്കേഷൻ വന്ന ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദമായ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് ഫീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് പങ്കുവച്ചു തരുന്നതായിരിക്കും. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ യോഗ്യതകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. നിലവിൽ ഇതുവരെ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ ഒരു പോസ്റ്റിലേക്ക് അഗ്രികൾച്ചർ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് അഗ്രികൾച്ചറോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിലോ നിങ്ങൾക്ക് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 60% കുറയാത്തൊരു മാർക്ക് നേടിയിരിക്കണം. ഇനിയും 60% മാർക്കില്ലാത്ത ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷനിൽ നിങ്ങൾക്ക് 55% മാർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മനസ്സിലായല്ലോ? അതായത് ഇപ്പോൾ പി ജിക്ക് 55% കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ BA അല്ലെങ്കിൽ BSc മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 60% എന്ന് പറയുന്ന മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 60 കൂടുതൽ മാർക്ക് ഉണ്ടായിരിക്കണം. PG ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 55% മാർക്ക് മതിയാവും. അടുത്തത് ഇതുപോലെ തന്നെ അഗ്രികൾച്ചർ പോലെ തന്നെ നിങ്ങൾക്ക് ഹോർട്ടിക്കൾച്ചറും ഇവിടെ ഒരു യോഗ്യതയായിട്ടുള്ള വിഷയമാണ്. ഹോർട്ടിക്കൾച്ചറിൽ നിങ്ങൾക്ക് 55% കുറയാത്ത മാർക്ക് നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിരിക്കണം. അതായത് PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ, അല്ല ജനറൽ കാറ്റഗറിയിൽ ആണെങ്കിൽ, അതായത് ബാക്കി ഒരു കാറ്റഗറി അല്ല, അതായത് SC ST അങ്ങനെയുള്ള ഡിവിഷൻസ് ഒന്നുമില്ല, PWD വിങ്ങിന് മാത്രമാണ് ഇവിടെ ഒരു ഇളവ് കൊടുത്തിരിക്കുന്നത് 55%. അല്ലാത്ത വിഭാഗങ്ങൾക്ക് 60% ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ നിങ്ങൾ നേടിയിരിക്കണം. ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചർ വിത്ത് മിനിമം 55% മാർക്ക് അടിസ്ഥാന യോഗ്യതയാണ്. അതായത് 50% മാർക്കിൽ കുറയാത്ത ഒരു സ്കോർ നിങ്ങൾ ഹോർട്ടിക്കൾച്ചറിൽ നേടിയിരിക്കണം. ഇനിയും PWD അവിടെയും ഇളവുണ്ട്. PWD കാൻഡിഡേറ്റ് ആണ് നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ നിങ്ങൾ 50% മാർക്ക് കരസ്ഥമാക്കിയാൽ മതി. ഇത്രയും ആൾക്കാർക്കാണ് വിദ്യാഭ്യാസപരമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതിന്റെ പ്രായം നോക്കാം. ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പ്രായം 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള പ്രായപരിധിക്കുള്ളിൽ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഈ പ്രായപരിധിയിൽ ഒരു സർക്കാർ സർവീസ് ആയതുകൊണ്ട് ലഭിക്കുന്ന OBC റിലാക്സേഷൻ 3 വർഷവും SC ST റിലാക്സേഷൻ 5 വർഷവും ലഭിക്കുന്നതാണ്. എക്സ് സർവീസ്മാൻ മുതലായവർക്ക് നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ഇളവ് ലഭിക്കുന്നതാണ്. ഇനിയും ഓർത്തിരിക്കേണ്ടത് OBC SC ST മുതലായവർ വാങ്ങേണ്ടുന്ന ഏജ് റിലാക്സേഷൻ സർട്ടിഫിക്കറ്റ് തഹസിൽദാറിൽ കുറയാത്ത ഉദ്യോഗസ്ഥരിൽ നിന്നായിരിക്കണം. കാരണം ഇതൊരു സെൻട്രൽ സർവീസാണ്. ഇനി ഇതിൻ്റെ ബേസിക് പേയും പേ സ്കെയിലും നോക്കാം. അത്യാവശ്യം നല്ല സാലറി ഉള്ളൊരു സെൻട്രൽ ഗവൺമെൻറ് സർവീസാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് 44,500 അപ്പം ഈ 44,500 രൂപ ബേസിക് സാലറി ആയിട്ട് തന്നെ കിട്ടുമ്പോൾ ഇൻ ഹാൻഡ് നല്ലൊരു എമൗണ്ട് 50,000 രൂപയ്ക്ക് മുകളിൽ സാലറി കിട്ടുന്ന ഒരു നല്ലൊരു പോസ്റ്റ് തന്നെയായിരിക്കും. ഇത് കൂടാതെ ധാരാളം അലവൻസുകളും മറ്റുമൊക്കെ നൽകുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് ഈ പറയുന്ന നബാർഡ്. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ്റെ ഒരു ഔട്ട്ലുക്കാണ് നമ്മൾ പ്രധാനമായിട്ടും തരാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 3 രീതിയിലാണ് എക്സാമിനേഷൻ്റെ സ്റ്റേജുകൾ വരുന്നത്. ആദ്യത്തെ സ്റ്റേജ് 1 പ്രിലിംസ് ആണ്. അത് 200 മാർക്കാണ്. അതിന് 120 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്ത സ്റ്റേജ് 2 ആണ്. അത് മെയിൻസ് ആണ്. അത് 200 മാർക്കും 210 മിനിറ്റ്സും ലഭിക്കും. അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടാവും. ഈ ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് 50 മാർക്കാണ് വരുന്നത്. ഇൻ്റർവ്യൂവിന് പ്രത്യേക ഒരു സമയപരിമിതി ഒന്നുമില്ല. ആ ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇവയുടെ 3ൻ്റെയുടെ മാർക്ക് എടുത്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലേക്ക് ചെയ്യുന്നത്. അതിൽ തന്നെ പ്രിലിംസ് പലപ്പോഴും ഒരു എലിമിനേഷൻ മെത്തേഡ് ആയിരിക്കും. മെയിൻസിന്റെയും ഇന്റർവ്യൂവിന്റെയും മാർക്കായിരിക്കും ഫൈനലി നിങ്ങൾക്ക് എന്തായിട്ട് വരിക, നിങ്ങൾക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ട് മാറുക. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിൻ്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഈ കോഴ്സിനോടൊപ്പം തന്നെ ഏണസ്റ്റ് അക്കാഡമിയിൽ FCAയുടെ അസിസ്റ്റന്റ് ഗ്രേഡ് 3യുടെയും കോച്ചിങ് അവൈലബിൾ ആണ്. അഗ്രികൾച്ചർ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച അവസരങ്ങളാണ് നിങ്ങളെ തേടി എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയാൽ കേന്ദ്ര സർവീസിൽ നല്ല സാലറിയോടുകൂടി തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ എക്സാമുകളൊക്കെ വരുന്നത്. ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഗ്രികൾച്ചർ ഓഫീസറിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടിരിക്കുന്ന സമയമാണ്. ഇൻ
കേസ് നിങ്ങളുടെ റാങ്ക് കുറച്ച് പിന്നിലാണെങ്കിൽ പോലും ആ ഒരു പോസ്റ്റിനേക്കാളും ഗ്ലാമറസ് ആയിട്ടുള്ളതും എന്നാൽ അതിലധികം ശമ്പളം കിട്ടുന്നതുമായിട്ടുള്ള ജോലികളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപേക്ഷിക്കുകയും നന്നായി പ്രിപ്പയർ ചെയ്യുക. ഈ പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ടും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ടും താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.